ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അത്ഭുതം സംഭവിച്ചത്, വിവാഹം കഴിഞ്ഞ് 14 വർഷം ഞങ്ങൾക്ക് മക്കളില്ലായിരുന്നു. 14 വർഷം ഇന്ന് ലോകത്തിൽ നടത്താവുന്ന ചികിത്സകളായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ചികിത്സകളും അന്ന് കേരളത്തിൽ നിന്ന് ലഭ്യമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ലീഡിംഗ് ഹോസ്പിറ്റലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ചികിത്സകൾ നടത്തിയുണ്ടായി 10 വർഷത്തോളം. ആ 10 വർഷ ചികിത്സയിൽ നടത്തിയ അവസാനം വൈദ്യശാസ്ത്രപരമായി ഞങ്ങളോട് പറഞ്ഞു, ഇനി നിങ്ങൾക്ക് സെറോഗസി, വാടക ഗർഭപാത്രത്തിലൂടെ മാത്രമേ ഒരു കുഞ്ഞ് ജനിക്കുകയുള്ളൂ. ഇനി മറ്റ് ചികിത്സകൾ നിങ്ങൾക്ക് നടത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു അവസരത്തിലാണ് ഞങ്ങൾ ഈ കൃപാസനത്തിലേക്ക് കുറിച്ച് അറിയുന്നത്. അങ്ങനെ ഞങ്ങളുടെ ചികിത്സ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി, ട്യൂബ് 2 ബ്ലോക്കാണ്. ഇനി നിങ്ങൾക്ക് ഉള്ളൊരു സാധ്യത IVF ചികിത്സയാണ്. ആദ്യത്തെ തവണ IVF നടത്തി, പരാജയപ്പെട്ടു. അപ്പോൾ രണ്ടാമത്തെ തവണ ആദ്യത്തെ IVF ചികിത്സയിൽ അവർ കണ്ടെത്തിയ ന്യൂനതകൾ പരിഹരിച്ചുകൊണ്ട് രണ്ടാമതും IVF ചികിത്സ, ടെസ്റ്റ് ട്യൂബ് ചികിത്സ ഞങ്ങൾ നടത്തി. അതും പരാജയപ്പെട്ടു. മൂന്നാമത് അവർ കണ്ടെത്തി, ഈ ടെസ്റ്റ് ട്യൂബ് ശിശു ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ ലൈനിങ് കൃത്യമായിരിക്കണം. അല്ലെങ്കിൽ ആ ലൈനിങ് കൃത്യമല്ലെങ്കിൽ അവിടെ ആ ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ ഗർഭപാത്രത്തിൽ നിക്ഷേപിച്ചാലും അത് ഒരു പ്രഗ്നൻസിയിലേക്ക് വരികയില്ല. മൂന്നാമത്തേത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ. അതായത് ഗർഭപാത്രം ഒരു ടെസ്റ്റ് ട്യൂബ് ശിശുവിനെ സ്വീകരിക്കാവുന്ന തരത്തിലുള്ള എല്ലാ മോഡേൺ ചികിത്സകളും നടത്തിയതിന് ശേഷം IVF നടത്തി. അതും പരാജയപ്പെട്ടു. പിന്നീട് ഡോക്ടേഴ്സ് ഞങ്ങളോട് പറയുകയുണ്ടായി, ഇനി നിങ്ങൾക്ക് ഈ ഗർഭപാത്രത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയില്ല. അതിനടുത്ത ഒരു ഓപ്ഷൻ വൈദ്യശാസ്ത്രപരമായിട്ട് നിങ്ങളുടെ മുമ്പിലുള്ളത് സെറോഗസി, വാടക ഗർഭപാത്രം. ആ അവസരത്തിലാണ് ചിത്രയ്ക്ക് ഈ മാരാരിക്കുളത്തേക്ക് മെഡിക്കൽ ഓഫീസറായിട്ട്, യോഗ നാച്ചുറോപ്പതിയുടെ മെഡിക്കൽ ഓഫീസറായിട്ട് ജോലി ലഭിക്കുന്നത്. 2020 ഞങ്ങൾ ചിത്ര ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ്. 2020 ജനുവരിയിൽ ചിത്ര ഉടമ്പടി എടുക്കുന്നു. ഉടമ്പടി ഇങ്ങനെയാണ്, 2023 മെയ് മാസത്തിൽ പ്രഗ്നൻസി ടെസ്റ്റ് നടത്തിയപ്പോൾ പ്രഗ്നൻസി പോസിറ്റീവ്. ഞങ്ങൾ ഉടനെ ഒരു ഹോസ്പിറ്റൽ ക്ലിനിക്കിൽ കാരണം നിലവിൽ ഞങ്ങൾക്ക് ഒരു ഫലോപ്പിയൻ ട്യൂബ് ഇല്ല, മറ്റേ ഫലോപ്പിയൻ ട്യൂബ് ബ്ലോക്ക്, നിലവിലുള്ള യൂട്രസിൽ ഒരിക്കലും ഇനി അങ്ങനെ അവിടെ ഒരു ഗർഭധാരണത്തിനുള്ള ഒരു ശേഷി ഇല്ല എന്ന് വൈദ്യശാസ്ത്രം വിലയിരുത്തി വിധി എഴുതിയിരിക്കുന്നതാണ് ഞങ്ങളെ. അങ്ങനെ വന്നപ്പോൾ ഇത് ഹോസ്പിറ്റലിലായിട്ടുള്ളൊരു ക്ലിനിക്കിൽ ഞങ്ങളിത് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത് പോസിറ്റീവ് ആണ്, പ്രഗ്നൻസി ഗർഭപാത്രത്തിൽ തന്നെയാണ് എന്ന് ഡോക്ടർ സാക്ഷ്യപ്പെടുത്തി. അതിൽ ഏറ്റവും വലിയൊരു അത്ഭുത സാക്ഷ്യം ഡോക്ടറിന്റെ ഭാഗത്തു നിന്നുണ്ടായത്, ട്യൂബ് ഇല്ലാത്തടത്തെ ഓവറിയിൽ നിന്നും ഓവുലേഷൻ ഉണ്ടായി പ്രഗ്നൻസി ഉണ്ടായിരിക്കുന്നു. നേരം ഞങ്ങൾ തിരിച്ചറിഞ്ഞു, മാതാവിൻ്റെ കൃപാസന അമ്മയുടെ പക്കൽ നമ്മളൊരു ഉടമ്പടിയിൽ ഒരു കാര്യം ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് നടന്നിരിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യമായി. അതിനെ തുടർന്ന് ഡോക്ടർ ഞങ്ങളോട് നിർദ്ദേശിക്കുകയുണ്ടായി, ഒന്നെങ്കിൽ ജോലി രാജിവെക്കണം, അല്ലെങ്കിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിനടുത്ത് നിങ്ങളൊരു വീടെടുത്ത് അവിടെ താമസിച്ച് ജോലിക്ക് പോകണം. ജോലിക്ക് പോകുന്നത് അഡ്വൈസബിൾ അല്ല, എന്നാലും വേണമെങ്കിൽ പോകാം. അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് ജൂൺ മാസത്തിൽ ഇവിടെ മാരാരിക്കുളത്ത് ഗവൺമെൻറ് ആയുർവേദ ആശുപത്രിയുടെ അടുത്ത് ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ നിന്ന് ജോലിക്ക് പോകുന്ന സംവിധാനം ആരംഭിച്ചു. 8 മാസവും യാതൊരുവിധ കോംപ്ലിക്കേഷൻസും ഇല്ലാതെ 8 മാസവും
8 മാസവും നമുക്ക് പൂർണ്ണമായിട്ടും ജോലിക്ക് പോകുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകാതെ ജോലിക്ക് പോകാൻ സാധിച്ചു എന്നുള്ളതും മാതാവിൻ്റെ വലിയ കൃപയാണ്. അത് ലൂർദ് ഹോസ്പിറ്റലിലെ ഈ വർഷത്തെ 2024 ജനുവരി മാസത്തിലെ ആദ്യത്തെ കുഞ്ഞാണ് എൻ്റെ ഈ മാത്തുക്കുട്ടി. മുമ്പിൽ ഒരു മാതാവിലൂടെ പരിശുദ്ധ അമ്മ തൻ്റെ തിരുക്കുമാരനിലൂടെ നിങ്ങൾക്ക് ഉത്തരമരുളും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ഈ പ്രഗ്നൻസി കാലഘട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. അന്ന് ഡോക്ടർ, കാരണം ഞങ്ങൾക്ക് വളരെ പ്രായമായ ഏജായി, കാരണം 14 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന ഒരു കുഞ്ഞാണ്. അപ്പം ഡോക്ടർ പറഞ്ഞു ട്രിപ്പിൾ ലൈൻ ടെസ്റ്റിങ് നടത്തണം, ട്രിപ്പിൾ മാർക്കർ ടെസ്റ്റ് നടത്തണം. ട്രിപ്പിൾ മാർക്ക് ടെസ്റ്റ് നടത്തുക എന്ന് പറഞ്ഞാൽ അത് ആ കൊച്ചിന് ഒരു ഡൗൺ സിൻഡ്രമോ മറ്റ് സാധ്യതകളോ നേരത്തെ പ്രഗ്നൻസി കാലഘട്ടത്തിൽ തന്നെ കണ്ടെത്തിയതിനുള്ള ടെസ്റ്റാണത്. മാതാവ് തന്ന കുഞ്ഞിനെ ഞങ്ങൾ വിശ്വസിച്ചു. ഒരു കുഴപ്പമില്ലാതെ കുഞ്ഞ് ജനിക്കുമെന്ന് ഞങ്ങൾ ഉറപ്പായി വിശ്വസിച്ചു. അതുപോലെ തന്നെ ഓരോ ദിവസവും ഉടമ്പടി തൈലവും കാശിരൂപം വെച്ച് കിടന്നു. ഉടമ്പടി തൈലം വെച്ച് നെറ്റിയിലും വയറിലും പ്രാർത്ഥിച്ചു. ഒരു കുഴപ്പവുമില്ല. ഞങ്ങൾ ആ ടെസ്റ്റ് നടത്തിയില്ല. വൈദ്യശാസ്ത്രത്തിൽ പറഞ്ഞു നിങ്ങൾ ആ ടെസ്റ്റ് നടത്തണം, കാരണം പ്രായം കടന്നുപോയി, നോർമൽ പ്രഗ്നൻസി സ്റ്റേജും ആ ഏജും അല്ല നിങ്ങൾക്ക്. പക്ഷെ ഞങ്ങളത് നടത്തിയില്ല. ഒരു കുഴപ്പവുമില്ലാതെ മിടുക്കനായിട്ടുള്ള ആൺകുഞ്ഞിനെ ഞങ്ങൾക്ക് തന്നു. ദൈവത്തിന് നന്ദി, പരിശുദ്ധ മാതാവിന് നന്ദി, കൃപാസന അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്